ഒരിക്കലും ഫിലിമിലേക്ക് വരണം എന്ന് പറഞ്ഞ് എത്തിച്ചേർന്നതല്ല. അന്ന് ചെറുതിലെ തൊട്ട് സിനിമ നടിയാവണം, അല്ലെങ്കിൽ ഇത്രയും പേരും പ്രശസ്തി, ഇത്രയും പേര് അറിയപ്പെടണം, സൗത്ത് ഇന്ത്യയിൽ ഇത്രയും ലാംഗ്വേജ്, അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഒരു കലാകാരി ആവണം എന്ന് എപ്പോഴും മനസ്സിലുണ്ട്. കാരണം എൻ്റെ അച്ഛനും അമ്മയും ഡാൻസേഴ്സാണ്. ജനിച്ചപ്പോൾ തൊട്ട്, അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ വയറിൽ കിടക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഇതായിരിക്കും അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ പാട്ടും ചെറുതിലെ തൊട്ട് അച്ഛൻ എന്നെ പാട്ടും, എന്നെ അനിയത്തിയും സുകന്യ എന്നാണ്. അപ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും എല്ലാം മാക്സിമം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള അച്ഛൻ്റെ ഒരു ഇതാണ്. മരണം വരെ നമുക്ക് ആരോഗ്യം എത്ര നാളുണ്ട് അതുവരെ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം, വെറുതെ സമയം വേസ്റ്റ് ചെയ്യരുതെന്നുള്ളത് വളരെ ഒരു ഇതാണ്. അങ്ങനെ ചെറുതിലോട്ട് ഡാൻസും പാട്ടും വന്നു. അപ്പോൾ എനിക്ക് ഡാൻസും പാട്ടും നല്ല രീതിയിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യണം, അല്ലെങ്കിൽ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആക്സിഡൻ്റലി ആണ് ഇങ്ങനെ ഒരു അവസരം വന്നത്. ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടും വളരെ കുറച്ച്, ഹരികൃഷ്ണൻസ്, രക്തസാക്ഷി, അത്രയും കുറച്ച് സിനിമകൾ അഭിനയിച്ചിട്ടുള്ളൂ. ഒരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നാളൊരു കനവെന്ന് പറഞ്ഞിട്ട് ഫാസിലങ്കിൻ്റെ തന്നെ, ഞാൻ +1 പഠിക്കുന്ന സമയത്ത് ഒരു അതെ തമിഴ് ഫിലിമാണ്, അതിൽ അഭിനയിച്ചു. അപ്പോൾ ഫാസിലങ്കിനെ ചെറുതിലോട്ട് അറിയാവുന്ന കാരണം അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തു. പ്രത്യേകിച്ച് തമിഴ് സിനിമ നമുക്കൊരു പിടിയില്ല. എന്നാൽ എറണാകുളത്തും ആലപ്പുഴയിലൊക്കെ ഷൂട്ടുള്ളത് കാരണം നമുക്കൊരു തമിഴ് സിനിമ ചെയ്യാന്നുള്ളൊരു ഫീലും ഇല്ല. അങ്ങനെ അവിടെ ചെന്ന് അഭിനയിച്ചു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ യാരടി നീ മോഹിനി എന്ന് പറഞ്ഞൊരു ഫിലിമിലേക്ക് വന്നു. അപ്പം ഞാൻ സെൻറ്റ് ജോസഫ്സ് കോളേജിൽ 2nd ഇയർ ഡിഗ്രി പഠിക്കുകയാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് അച്ഛനാണ് എന്നെ വിളിക്കാൻ വരുന്നത്. ആ സമയത്താണ് എന്നോട് ഈ കാര്യം പറയുന്നത്, എടി ഇന്നതുപോലെ നിനക്കൊരു ഓഫർ വന്നിട്ടുണ്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന്. ഞാൻ പറഞ്ഞു തമിഴാ? എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. അപ്പോൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ പറഞ്ഞു ധനുഷൊന്നും വേണ്ട, അന്ന് ഒട്ടും വേണ്ട. എന്നുവെച്ചാൽ നമ്മൾ സ്ക്രീനിൽ TV-യിൽ കണ്ടിട്ടേ ഉള്ളൂ. തമിഴ് സിനിമ അങ്ങനെ പോയി ആ സമയത്തൊന്നും തിയേറ്ററിലൊന്നും പോയി കണ്ടിട്ടില്ല. വളരെ ചുരുക്കം കുറച്ച് സിനിമകളെ തമിഴ് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നയൻതാരയും ധനുഷൊക്കെ, നയൻതാരയുടെ ഒരു പീക്ക് ടൈമാണ് ആ സമയം. അപ്പോൾ ഇവരൊക്കെ ഫ്രെയിമിൽ നമ്മൾ അല്ലെങ്കിൽ സിനിമയിൽ അല്ലെങ്കിൽ TV-യിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇവരോട്, അത് പ്രത്യേകിച്ച് തമിഴ് സിനിമ ഒട്ടുമില്ല, മലയാളമാണെങ്കിൽ നമുക്കൊരു കൈ നോക്കാമായിരുന്നെന്ന്. അങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് ബാബു അങ്കിൾ, ഫാസിൽ സാറിൻ്റെ മാനേജറാണ്, അദ്ദേഹമാണ് പറഞ്ഞത് ശരണ്യെ ഒരു കുറേ നാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ഫസ്റ്റ് ഹാഫ് അവർ ഫിനിഷ് ചെയ്തു, സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ശരണ്യെ പോലെ ഈ ക്യാരക്ടർ ആവശ്യമുണ്ട്, അല്ലാതെ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നെ ഒത്തിരി നാളായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, ജസ്റ്റ് ഒന്ന് എൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഒന്നും വേണ്ട, നിങ്ങൾ പോയി മദ്രാസ് കണ്ടെന്നായല്ലോ, ഒന്ന് പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്നാണ് അതെ കിട്ടുന്നത്. പിന്നെ നമ്മൾ സിനിമയിലേക്ക് വരണമെന്നോ അല്ലെങ്കിൽ ആ ഒരു സിനിമയോടെ നിർത്താമെന്ന് വിചാരിച്ചാൽ, പക്ഷെ ഞാൻ നിർത്താമെന്ന് വിചാരിച്ചിട്ട് സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഓട്ടോമാറ്റിക്കലി തമിഴ് ആ സിനിമ ശ്രദ്ധിച്ച കാരണം തമിഴിൽ ഒത്തിരി ഓഫേഴ്സ് വന്നു. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തു. അത് അവിടെ ഒരു 4-5 സിനിമ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ഹീറോയിനായിട്ട് ആദ്യമായിട്ട് അഭിനയിച്ചത് വെണ്ണിലാ കബഡിക്കൂട്ടമാണ്. അത് തെലുങ്കിൽ സൂപ്പർ ഗുഡ് ഫിലിംസ് അത് റീമേക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ തെലുങ്കിലൊരു 2 ഫിലിംസ് ചെയ്തതിന് ശേഷമാണ് മലയാളത്തിലേക്ക് വന്നത്. നമ്മൾ എന്താ പറയുക, മലയാളം എന്നെ ഉപേക്ഷിച്ചെന്നോ അല്ലെങ്കിൽ തമിഴ് സ്വീകരിച്ചു അങ്ങനെയല്ല, ഇത് സംഭവിച്ചു പോയിക്കൊണ്ട്. അതെ, അത്രേ ഉള്ളൂ. എന്താ പറയുക, വേലായുധത്തിൽ സത്യം പറഞ്ഞാൽ ഇപ്പം എല്ലാവരുടെയും മനസ്സിൽ ശരണി നിറഞ്ഞു നിൽക്കുന്നത് വേലായുധത്തിലെ അപേക്ഷ തന്നെയാണ്. വിജയ്ക്ക് ഒരുപക്ഷെ തമിഴ്നാടിനൊപ്പം തന്നെ കേരളത്തിലും ആവശ്യത്തിലേറെ ഫാൻസ് ഉണ്ട്. പക്ഷേ ശരണിയിൽ നിന്ന് വിജയുമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് കേൾക്കാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ ഞാൻ ഈ ക്യാരക്ടറിലേക്ക് എത്തിച്ചേർന്ന, അല്ലെ ആ സിനിമയിലേക്ക് എത്തിച്ചേർന്ന ഒരു കാര്യം കൂടെ പറയണം. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും അനിയത്തി ക്യാരക്ടേഴ്സാണ്. കുറച്ച് ഒത്തിരി അത്യാവശ്യം നല്ല നായികമാരുടെ അനിയത്തിയാണ് ഞാൻ. പിന്നെ അതിൽ നിന്ന് വെണ്ണിലാ കബഡിക്കുളു, അഴകർ സാമീൻ കുതിരൈ, പഞ്ചാമൃതം, അങ്ങനെ 2-3 ഫിലിംസ് നായികയായിട്ട് ചെയ്തു. പിന്നെ പെട്ടെന്ന് ഒരു അനിയത്തി ക്യാരക്ടർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഡയറക്ടറിനോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, സാർ എനിക്കിപ്പം നായിക വേഷം ചെയ്യാൻ താല്പര്യമില്ല. എന്ന് വെച്ചാൽ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും മലയാളത്തിൽ നിന്നൊക്കെ നായിക ക്യാരക്ടേഴ്സ് വരുമ്പോൾ പിന്നെ നമ്മൾ അനിയത്തി ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ തന്നെ ഒരു ഇമേജ് വരും, ഒരു ടൈപ്പായി പോകും. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് അങ്ങനെ താല്പര്യമില്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. എന്ന് വെച്ചാൽ ജയം രാജ എന്ന് പറയുന്ന ഒരു ഹിറ്റ് മേക്കർ, പിന്നെ വിജയ് എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ, പിന്നെ ഓസ്കാർ ഫിലിം എന്ന് പറയുന്ന വലിയൊരു ബാനർ. അപ്പോൾ ഇതൊക്കെ എന്നെ അന്വേഷിച്ച് വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. പക്ഷെ തങ്കച്ചി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട. കാരണം വിജയ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെയുള്ള സൂപ്പർ സ്റ്റാർസിൻ്റെ ഫിലിമിൽ സാധാരണ നായികമാർക്ക് പോലും വലിയ ക്യാരക്ടേഴ്സ് ഇല്ല. അവർ വലും നായിക എന്ന് പറയും, 1-2 സോങ്സ് ചെയ്യും, പോകും, അത്രേ ഉള്ളൂ. ഫുൾ നിറഞ്ഞു നിൽക്കുന്ന നായകന്മാരായിരിക്കും. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു 2 നായികമാരുണ്ടെന്ന്. അപ്പം തന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. എന്ന് വെച്ചാൽ ഈ 2 നായികന്മാർ, ഒരു നായികയ്ക്കാൻ പറ്റുന്നില്ല, 2 നായികന്മാർ, അതിൻ്റെ ഇടയ്ക്ക് ഒരു അനിയത്തി.
അപ്പം സാറിനോട് ഞാൻ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഓക്കെ ശരണ്യ ഞാൻ നിർബന്ധിക്കില്ല, പക്ഷേ ഈ ക്യാരക്ടർ ഞാൻ എഴുതുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ശരണ്യയുടെ മുഖമായിരുന്നു. അപ്പം ഞാൻ എന്തായാലും കഥ നറേറ്റ് ചെയ്യാം, ശരണ്യ കേട്ടിട്ട് വേണോ വേണ്ടോന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കാമെന്ന്. ഞാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ കേൾക്കാൻ തുടങ്ങി. കേട്ട് കുറച്ച് കഴിഞ്ഞ് എൻ്റെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് പറഞ്ഞു ശരി ഇത് ഓക്കെ പറയണം, അത് വിചാരിച്ച പോലെ അല്ല എന്ന് വെച്ചാൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു. പിന്നെ ആ മരിക്കുന്ന ഒരു സീനുണ്ട്, പക്ഷെ അപ്പം അത് എന്ന് പറയുന്നത് ഒരു ഹാപ്പി എൻഡിങ് ആയിരുന്നു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പക്ഷെ കഥ പറഞ്ഞ് ഈ സംഭവം വന്നപ്പോഴത്തേക്കും ഈ ക്യാരക്ടർ മരിക്കുന്നതായിരിക്കുന്നത് സാറ് പറഞ്ഞു കൺഫേം ചെയ്തിട്ടില്ല ശരണ്യ, ഞങ്ങൾ എങ്ങനെ ഡെത്താണോ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യണോ എന്നൊന്നും തീരുമാനിച്ചു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു സാർ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഈ ക്യാരക്ടർ ആ കഥ കേട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഓർത്തു ഈ ക്യാരക്ടർ മരിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു പവർ ആയിരിക്കും, ഒരു നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കും എന്ന് ഓർത്തു. ഞാൻ അങ്ങനെ സാറിനോട് പറഞ്ഞു. സാറ് പറഞ്ഞു ശരി നമ്മളൊന്ന് അവിടെ